ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ചായ കുടിയിൽ തുടങ്ങുകയാണ്. അപ്പോൾ സൺഡേ ആണ്, ഇന്ന് എല്ലാം പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അല്ല, ഇന്നെല്ലാം ഇത്തിരി നേരത്തെ ചെയ്തു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു അതിഥി, നമ്മുടെ ഒരു ഗസ്റ്റിനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണി. ഞാനും മോനും കൂടെ പോവാൻ നിൽക്കുകയാണ്. മറ്റാരുമല്ല, എൻ്റെ മോളാണ്. എപ്പോഴും സാധാരണ പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്ത് വരുന്നതാണ് പതിവ്. ഇതിപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് തന്നെ. ഞങ്ങൾ വടക്കഞ്ചേരി റോയലിലേക്കാണ് പോണത്, ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവൾ 10 മണിക്ക് എത്തും പറഞ്ഞു, പക്ഷേ 7 മണിക്ക് മുമ്പ് തന്നെ കോൾ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ എത്താറായി, ഞാൻ ഉറക്കത്തിൽ പെട്ടു. അവരെന്നെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ വടക്കഞ്ചേരിയിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ ആയതുകൊണ്ട് ഞാൻ ചേട്ടനെയോ എൻ്റെ ബ്രദറിനെയോ ഇല്ലെങ്കിൽ ഏട്ടൻ്റെ ഹസ്ബൻഡ് 2 ബ്രദേഴ്സും ഉണ്ട് കേട്ടോ അടുത്ത്, അവരെയോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ഇത്ര നേരത്തെ ഇനിയിപ്പോൾ വേണ്ടാലോ, ഇത്ര അടുത്ത് തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് എനിക്ക് എടുത്തിട്ട് വരേണ്ടതല്ലേ ഉള്ളൂ എന്നുള്ളതിൽ ഞാൻ മോനും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ അവൾ ബാംഗ്ലൂരിലാണ് എത്തിയത്. അവിടുന്ന് ഒരു ബസ്സിൽ രാത്രിത്തെ ബസ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ PG ചെയ്യുന്നു, 1 മാസം വെക്കേഷനിലായിട്ട് വന്നിരിക്കുക. അപ്പോൾ അവൾക്ക് ഫ്ലൈറ്റ് വന്നിട്ട് നമുക്ക് കൊച്ചിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനെയും വെച്ച് കുറച്ച് ചാർജ് കുറവുകൊണ്ട് ബാംഗ്ലൂരിൽ ഇറങ്ങിയത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അവർ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ നൈറ്റ് ബസ്സിന് അവൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ പറഞ്ഞു, അധികം എന്നെ എടുക്കണ്ടമ്മ, ഞാൻ ഭയങ്കര ഉറക്കക്ഷീണം, ടയേർഡായതുകൊണ്ട് എന്നെ അധികം ഒന്നും എടുക്കണ്ട പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവളെ സൂം ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോയിൽ അവളെയും അവളുടെ പെട്ടീനെയും കയറ്റി വിട്ടിട്ട് ഞാനും അവനും കൂടെ വന്നു. എന്താ പറഞ്ഞാൽ പെട്ടി വലിപ്പം ഉണ്ട്, ഒരു പെട്ടിയേ ഉള്ളൂ, പക്ഷെ പെട്ടിക്ക് വലിപ്പമുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിരുന്നു, നമ്മളത് പിന്നെ നിന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എത്തി, 6:50 ആകുമ്പോഴേക്ക് തന്നെ വീട്ടിലോട്ട് എത്തി കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവരാരും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. അവൾ വൈകുന്നേരം വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കി വെക്കൂ കേട്ടോ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. അതിന് ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ പുളിങ്കറി വേണം പറഞ്ഞത്, പുളിങ്കറിയും ചീരത്തോരനും മുട്ട പൊരിച്ചു അങ്ങനെയുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഏട്ടൻ്റെ അമ്മയ്ക്കൊക്കെ വിളിച്ച് വിവരം കൊടുത്തിട്ടുണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവൻ വന്ന വഴിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ പെട്ടിയൊക്കെ ഒന്ന് എന്താ പറയുക, പെട്ടി തുറക്കൽ ചടങ്ങ് പറഞ്ഞ പോലെ അതൊന്ന് തുറക്കാൻ നിന്നപ്പോൾ അവൾ പറഞ്ഞു, ഇത് അച്ഛയുടെ പെട്ടിയല്ല, എൻ്റെ പെട്ടിയാണ്, അതുകൊണ്ട് കാര്യമായിട്ട് അതിൽ നിനക്കുള്ളതൊന്നും ഉണ്ടാവില്ല, ആർക്കും ഞാൻ അത്ര ആയിട്ടല്ലേ ഉള്ളൂ, പോയിട്ട് ഇപ്പോൾ 1 ഇയർ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ അവിടെ കുറച്ച് ചെറിയ ചെറിയ പാർട്ട് ടൈം കിട്ടിയതൊക്കെ അവളുടെ ചിലവിനും അവൾക്ക് വാടക കൊടുക്കാൻ റൂം റെൻറ്റിനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വലിയ നമുക്ക് രീതിക്കൊന്നും കാശൊന്നും ആയിട്ടില്ലടാന്ന് അനിയനോട് പറയണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്നുള്ളതിൽ ഇരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ അതുവരെയ്ക്കും ഉറങ്ങി റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വഴിക്ക് അവൾ ഉറങ്ങി റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നു. അവിടെ അനിയനും മോനും മോളൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് അപ്പുറത്ത് അമ്മയുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ മേമയുടെ വീടുണ്ട്. അപ്പോൾ തൊട്ട വീട് തന്നെയാണ് അമ്മയുടെ അനിയത്തി. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണാൻ പോയി. നമ്മൾ എപ്പോൾ ഞാൻ വരുമ്പോഴും അവിടെ നമ്മളെക്കുറിച്ച് മോളെ അന്വേഷിക്കുന്നതാണ്. വിവരമൊക്കെ ഉണ്ടോ, ഫോണൊക്കെ ഇല്ലേ എന്നെല്ലാം അന്വേഷിക്കുന്നത്. അപ്പോൾ വന്നാൽ നമ്മളൊന്ന് അവിടെയും പോകേണ്ടതല്ലേ. അവരെ അപ്പോൾ പോയി കണ്ടിട്ട് വന്നു. പിന്നെ എല്ലാവർക്കും തിരക്കിലാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അമ്മയും മേമയും എല്ലാവരും വരേണ്ട റിസപ്ഷൻ, എല്ലാവർക്കും അറിഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാനും മോനും എൻ്റെ വണ്ടിയിലും അവൾ അവളുടെ വണ്ടിയിലായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. എന്താ പറയുക, ഞങ്ങളെ ഓൾമോസ്റ്റ് ലേറ്റായി. ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് അവരെയും വൈകിക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അച്ഛനും അമ്മയും റെഡിയായി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവരുടെ അടുത്തൊന്ന് ഒരു 10 മിനിറ്റിൽ റെഡിയാവുക പറഞ്ഞ് ഞാനും അവളും വേഗം ഷടപടയെന്ന് പറഞ്ഞ് റെഡിയായി.
അതിനുശേഷം അവൻ പിന്നെ ഓൾമോസ്റ്റ് അവൻ റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവൻ്റെ പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ റെഡി ആയതിന് ശേഷം ഞങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു അവരൊക്കെ ഇറങ്ങിയോ എന്നുള്ളത്. ആ ടൈമിൽ തന്നെ നമുക്കും പോകാമല്ലോ എന്നുള്ളതിൽ. അപ്പോൾ അവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റിസപ്ഷനിലേക്ക് പോയി. നല്ല റിസപ്ഷൻ ഫുഡായിരുന്നു അങ്ങനെ വേണം പറയാൻ. ചെക്കനും പെണ്ണും നല്ല യോജിപ്പുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ പറയില്ല, അതുപോലെ ഭംഗിയുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ നേരത്തെ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ.